അങ്ങനെ പൃഥ്വിരാജിന്റെ പിന്നെ ബഡേ ഭായ് ചോട്ടേ മിയ എന്നുള്ള പടത്തിന് ശേഷം അടുത്തൊരു ഹിന്ദി പടം ഇറങ്ങിയിട്ടുണ്ട്. നെറ്റ്ഫ്ലിക്സിലാണ്, അല്ല സോറി, ജിയോ ഹോട്ട്സ്റ്റാറിലാണ് ഇറങ്ങിയിരിക്കുന്നത്. മറ്റൊന്നുമല്ല, സർസമീൻ. പൃഥ്വിരാജ്, കാജോൾ, അതേപോലെ തന്നെ ഇബ്രാഹിം അലി ഖാൻ, സെയ്ഫ് അലി ഖാന്റെ മകൻ. അപ്പോൾ ഈ പടം സെയിം ഓൾഡ് വൈൻ ഇൻ ന്യൂ ബോട്ടിൽ എന്ന് പറയുന്നത് പോലെ പിന്നെ ഈ മിലിറ്ററി ബേസ് ആയിട്ടുള്ളൊരു പടമാണ്. പൃഥ്വിരാജിന്റെ മകനാണ് ഈ പറയുന്ന ഇബ്രാഹിം അലി ഖാൻ. അവർ തമ്മിലുള്ള റിലേഷനും പിന്നെ അവിടുന്ന് അങ്ങോട്ടേക്കുള്ള സംഭവങ്ങളൊക്കെയാണ് ഈ പടത്തിനകത്ത് കാണിക്കുന്നത്. എനിക്ക് പറഞ്ഞാൽ പടം തിയേറ്ററിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ വിജയിക്കില്ല എന്നുള്ള ഒരു ഉറപ്പുള്ളത് കൊണ്ട് ആയിരിക്കാം ഇത് OTT ഇറക്കിയിരിക്കുന്നത്. പൃഥ്വിരാജ് പടത്തിൽ ഉടനീളം എനിക്ക് ആകെ കണ്ടത് യൂണിഫോമിൽ മാത്രമേ, ഏതോ 1-2 സീനിൽ മാത്രമേ മച്ചാന് ഡ്രസ്സ് മാറിയിട്ടുള്ളൂ. ബാക്കി മൊത്തം ഒറ്റൊരു കോസ്റ്റ്യൂം തന്നെയാണ് ഫ്രം ദ ബിഗിനിങ് ടിൽ ദി എൻഡ്. അപ്പോൾ ജിയോ ഹോട്ട്സ്റ്റാറിലുള്ള സർസമീന് വലിയ നിർബന്ധവുമില്ല, താല്പര്യത്തോടു കൂടി കാണാനുള്ള ഒരു പടവും അല്ല. ഒരു തരത്തിലും, അതായത് ആക്ടിങ് ആയിക്കോട്ടെ അല്ലെങ്കിൽ സ്റ്റോറി ലൈൻ ആയിക്കോട്ടെ, ഒന്നും അങ്ങ് ദഹിക്കുന്നില്ല എന്ന് എനിക്ക് പറയാം. ഇത് എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. അപ്പോൾ വെറുതെ സമയം, ഒരുപാട് സമയം ഉണ്ടെങ്കിൽ വെറുതെ ഇരുന്ന് കാണാം. ഇനി അതല്ല, വെറുതെ സമയം വേസ്റ്റ് ചെയ്യണ്ട എന്നേ ഞാൻ പറയുള്ളൂ. സർസമീൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു 2 സ്റ്റാർ, നോട്ട് മോർ ദാൻ ദാറ്റ്.